പക്ഷേ ഈ അഗ്നിയാഗം എത്തിയപ്പോൾ ഭഗവാൻ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അതിന് വേണ്ടി ചെയ്യിക്കാൻ തുടങ്ങി. അതിൽ രണ്ടാമത്തെ ഘട്ടം ഈ യാഗം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ പറഞ്ഞ കാര്യം, നമ്മൾ ഈ യാഗം ചെയ്യാൻ പോകുന്നത് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടാണ്. വീരബാഹുവും അദ്ദേഹത്തിൻ്റെ നവവീരനും ഉൾപ്പെടുന്ന മുരുകസേന, മുചികുന്ദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സേനാനായകന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ഇന്ത്യ കണ്ട ഏറ്റവും മഹാന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. മൗര്യ സാമ്രാജ്യം ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് പൂജ്യമാണ്. നമ്മളെപ്പോഴും പഠിക്കേണ്ടതായും മനസ്സിലാക്കേണ്ടതായ രാജ്യം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായ ചാണക്യന് വേണ്ടിയിട്ടുള്ള പൂജയാണത്. ഇത് സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ്. ഇത് എത്ര നാൾ മുമ്പ് പറഞ്ഞതാണെന്ന് നമുക്ക് അറിയാലോ. 2 മാസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നാളെ ഈ യാഗം നടക്കാൻ മുമ്പ് നമ്മൾ കേൾക്കുന്ന വാർത്ത, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് മുരുകാന്റെ തീരുമാനം. അതാണ് പഴനിയാണ്ടവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യാഗം നാളെ നടക്കാൻ പോകുന്ന യാഗം മുരുകസേനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നാളെ ഇന്ത്യൻ സേനാനായകന്മാരുടെ ഓരോ ഊർജത്തിലും മുരുക ഭഗവാന്റെയും മുരുകസേനയുടെയും ഊർജം കടന്ന് പ്രവർത്തിക്കുകയും അവരുടെ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ